നമസ്കാരം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി എപ്പോൾ നടപടിയെടുക്കും? വിശദമായി നോക്കാം. പ്രധാന വാർത്തകൾ ആദ്യം. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ. DGP ഉടൻ മുഖ്യമന്ത്രിയെ കാണും. ക്ലിഫ് ഹൌസിലെത്തി P ശശിയും CM രവീന്ദ്രനും. പതിവ് കൂടിക്കാഴ്ചയെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. RSS കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യമടക്കം 3 സംശയങ്ങൾ ഉന്നയിച്ച് DGP. അൻവറിന്റെ പുതിയ സംഘടന ഇന്ന്. പ്രഖ്യാപനം വൈകിട്ട് മഞ്ചേരിയിൽ. സാമൂഹ്യ കൂട്ടായ്മയെന്ന് അൻവർ. തങ്ങളെ ബാധിക്കില്ലെന്ന് ലീഗും LDFും. അജിത് കുമാർ പിണറായിയുടെ സീമന്തപുത്രനെന്ന് അൻവർ. KT ജലീലിന്റെ സ്വർണ്ണക്കടത്ത് പ്രസ്താവനയിൽ വ്യാപക വിമർശനം. RSSന് വടികൊടുക്കുന്നുവെന്ന് കാന്തപുരം വിഭാഗം. നികൃഷ്ട പരാമർശമെന്ന PMA സലാം. ഖാദിമാർ ബോധവൽക്കരണത്തിന് തയ്യാറാകണമെന്ന് ജലീലിന്റെ വിശദീകരണക്കുറിപ്പ്. എറണാകുളം എടയാർ വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറി. ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടം അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയ കമ്പനി. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ പാക് പോരാട്ടം. മത്സരം ഇന്ത്യക്ക് നിർണായകം. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പര ഇന്നു മുതൽ. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാർ. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ നടപടിയിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. ADGPയും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നാണ് DGPയുടെ കണ്ടെത്തൽ. DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. അതിനിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും പ്രൈവറ്റ് സെക്രട്ടറിയും ഉൾപ്പെടെ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ദൈനംദിന കൂടിക്കാഴ്ച മാത്രമാണ് നടന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. വിവരങ്ങൾ നൽകാനായി ഹരിമോഹനും RB സനൂപും ചേരുകയാണ്. ഹരിമോഹനിലേക്കാണ് ആദ്യം. ഹരി, എന്തായാലും DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. ഇനിയിപ്പോൾ ഒരു അന്തിമ തീരുമാനമെടുക്കുക മുഖ്യമന്ത്രിയാണ്. ചില തിരക്കിട്ട നീക്കങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുന്നു എന്നറിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു തീരുമാനം സംബന്ധിച്ച് അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ 300 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. എന്തായാലും DGP ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ ഹരി? ജെസ്സി, ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ആ തീരുമാനം നീളുകയാണ്. ആ നടപടി എന്തായാലും അത് നീണ്ടുപോവുകയാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ രാവിലെ തുടങ്ങിയ ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഒരു സാധാരണ കൂടിക്കാഴ്ചയെന്ന് അസാധാരണമായൊരു വിശദീകരണക്കുറിപ്പിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്. അതിന് അവസാന സമയം അനുവദിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് DGPയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം കാണുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. വൈകുന്നേരം അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉറപ്പുവരുത്തേണ്ടത്. പക്ഷേ എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. ആ നടപടി എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും ആ നടപടി നമ്മളെ അറിയിക്കുക, അത് ഔദ്യോഗികമായി എങ്ങനെയായിരിക്കും അത് പുറത്തുവിടുക എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ വിവാദമായ കാര്യങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കി ഇന്ന ഉദ്യോഗസ്ഥനെതിരെ ഇതുപോലെ നടപടിയെടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു സാധാരണ ചെയ്യുന്നത്. അതുപോലെയാണോ അതെയോ മറ്റൊരു ഉത്തരവിറക്കിക്കൊണ്ടുള്ള നടപടിയാണോ എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ നടപടിയെടുക്കാത്ത തരമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ നിൽക്കുന്നത്. കാരണം അതിഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ DGPയുടെ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന ദുരൂഹവും സംശയാസ്പദവുമാണ് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരുന്നു, അതായത് RSS കൂടിക്കാഴ്ച തന്നെയായിരുന്നു CPIക്കും പ്രശ്നം. പ്രതിപക്ഷവും ഉയർത്തി കാണിച്ചത് അതേ വിഷയമാണ്. ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയം അത് തന്നെയാണ് എന്നുള്ളതായിരുന്നു അവരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് നാളെ കൂടുതൽ പ്രശ്നത്തിലേക്ക്, പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ സർക്കാർ പോകാതിരിക്കാൻ വേണ്ടി അത്തരമൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും അധികമായി നിൽക്കുന്നത്. കാരണം നാളെ നിയമസഭ വരികയാണ്. പ്രതിപക്ഷം ഒരുപക്ഷെ അടിയന്തര പ്രമേയമായി ആദ്യം തന്നെ ഈ വിഷയം
വിഷയം കൊണ്ടുവരാനുള്ള സാധ്യത കൂടിയുണ്ട്. രണ്ടാമതായി CPI നൽകിയിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ നാളെ അവസാനിക്കുകയാണ്. അവർ പറഞ്ഞത് തിങ്കളാഴ്ചക്കുള്ളിൽ നടപടി എടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അത് അക്കാര്യം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തിന് മുമ്പായിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടി എടുത്തുകൊണ്ട് മുഖം രക്ഷിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ പോകുന്നതെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. സാധാരണ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഞായറാഴ്ച ഈ CM രവീന്ദ്രൻ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകൾ എത്താറുണ്ടോ, അങ്ങനെ ഒരു കൂടിക്കാഴ്ച സാധാരണഗതിയിൽ നടക്കാറുണ്ടോ എന്നൊക്കെയുള്ളത് ഒരു സംശയം തന്നെയാണ്. എന്തായാലും രാവിലെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം DGPയുമായും ഒരു കൂടിക്കാഴ്ച നടക്കും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം, നടപടിയൊക്കെ തന്നെ പുറത്തു വരിക. ജിൽസി. ശരി ഹരി, എന്തായാലും ഇനിയിപ്പോൾ അറിയേണ്ടത് റിപ്പോർട്ട് സമർപ്പിച്ചു, അത് മുഖ്യമന്ത്രിക്ക് മുൻപിലാണ്. എന്ത് തീരുമാനം, എന്ത് നടപടി, അത് എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ്. തിങ്കളാഴ്ചയ്ക്ക് മുൻപൊരു നടപടി ഉണ്ടാകണമെന്നാണ് CPI അടക്കം സമ്മർദ്ദം ചെലുത്തുന്നത്. ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തെ കൂടെ നേരിടാൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പക്ഷേ തീരുമാനം ഇന്ന് വൈകിയാണെങ്കിലും ഉണ്ടായേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. RB സനൂപ് കൂടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാവരും ക്ലിഫ് ഹൗസിലെത്തി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് ഒരു സാധാരണ ചർച്ച മാത്രമാണ് എന്നാണ്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ അതിനെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? തീർച്ചയായിട്ടും ജിൽസി, ഇന്ന് രാവിലെ ആദ്യം 10 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണ് ക്ലിഫ് ഹൗസിൽ ആദ്യം എത്തിയത്. പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും ക്ലിഫ് ഹൗസിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് രാവിലെയാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയത്. ആ റിപ്പോർട്ടുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 3 വ്യക്തികളും മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. സാധാരണ കൂടിക്കാഴ്ച മാത്രമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുമ്പോഴും സ്ഥിതിഗതികൾ വെച്ച് നമുക്കറിയാം എത്രത്തോളം ഗൗരവമുള്ള ചർച്ചയാണ് നടന്നിട്ടുള്ള കാര്യം എന്നുള്ളത്. കാരണം ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ള വലിയൊരു ചോദ്യം മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം ഘടകകക്ഷികളടക്കം CPI അടക്കം വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രമുഖർ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ധരിപ്പിച്ചു എന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധേയമാണ്. രാവിലെ 11 മണിയോടുകൂടി DGP കൂടി എത്തുമെന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിരുന്നില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയും DGPയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. വൈകുന്നേരം 7 മണിക്ക് ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പേ തന്നെ മുഖ്യമന്ത്രിയും DGPയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാകും. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ, അതല്ല ഈ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവ സ്വഭാവമുള്ള കണ്ടെത്തലുകൾ റിപ്പോർട്ടിലുള്ളത് കൊണ്ട് തന്നെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. DGPയും മുഖ്യമന്ത്രിയുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണോ മുഖ്യമന്ത്രി കൈക്കൊള്ളുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജിൽസി. ശരി സനൂപ്, അത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഇത്ര നാളും ADGPയെ സംരക്ഷിച്ചു വരികയായിരുന്നു. പക്ഷേ DGPയുടെ റിപ്പോർട്ട് അത് ADGPക്ക് എതിരാണ്. പല സംശയങ്ങൾ കൂടി DGP റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു കൃത്യമായ നടപടി എടുക്കുക, പാർട്ടിയിൽ മുഖം രക്ഷിക്കുക, മുന്നണിക്കകത്ത് മുഖം രക്ഷിക്കുക, പ്രതിപക്ഷത്തിന് വടി കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ CPMന് മുന്നിലുള്ളത്. സ്വാഭാവികമായും ADGPയെ മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് CPM വരും മണിക്കൂറുകളിൽ, സർക്കാർ വരും മണിക്കൂറുകളിൽ കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എന്ത് നടപടിയായിരിക്കുമെന്നാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ADGP MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലുള്ളത് അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ. അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ വിവിധ ലക്ഷ്യങ്ങളുണ്ടെന്ന സംശയമാണ് DGP മുന്നോട്ട് വെച്ചത്. കൂടിക്കാഴ്ച സംബന്ധിച്ച് അജിത് കുമാറിന്റെ വിശദീകരണം പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു DGPയുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. 2023 മെയ് 22-ന് ADGP MR അജിത് കുമാർ RSS നേതാവ് ദത്താത്രേയ ഹൊസബാലയെ കണ്ടതിനു പിന്നിൽ 3 ഗുരുതര ലക്ഷ്യങ്ങളുണ്ട് എന്ന സംശയമാണ് DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് മുന്നോട്ടുവച്ചത്. UPSCയെ സ്വാധീനിച്ച് DGP പട്ടികയിൽ ഇടം നേടാനായിരുന്നോ കൂടിക്കാഴ്ച എന്നതാണ് ആദ്യ സംശയം. ഇതുവരെ ലഭിക്കാതിരുന്ന രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് വേണ്ടിയാണോ എന്നത് രണ്ടാമത്തെ സംശയം. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നതാണ് അവസാനത്തെ സംശയം. അജിത് കുമാറിന്റെ മൊഴി മാത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയതെന്നും RSS നേതാക്കൾ ആരും സഹകരിച്ചില്ല എന്നും അതിനാൽ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് കിലോമീറ്ററുകൾ മണിക്കൂറുകളോളം സഞ്ചരിച്ച് തൃശൂരിലെ ഒരു സ്കൂളിലെത്തി ഹൊസബാലയുമായി കൂടിക്കാഴ്ച നടത്തിയതിലും ദുരൂഹതയുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ദത്താത്രേയ ഹൊസബാല എന്ന പേര് പരിചിതമായത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാത്രമാണ്.
രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതുപോലെ അല്ല ഇത്. എഡിജിപിയുടെ മൊഴിയിൽ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയെയും വി.ഡി. സതീശനെയും കാണുന്നതുമായി ഇത് താരതമ്യം ചെയ്യാൻ കഴിയില്ല. പോലീസ് സേനയുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു കൂടിക്കാഴ്ച എന്നും ഡിജിപി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന അജിത് കുമാറിന്റെ മൊഴി പൂർണ്ണമായും തള്ളുന്നതാണ് റിപ്പോർട്ട്. എന്നാൽ പി.വി. അൻവർ എം.എൽ.എ നൽകിയ പരാതികളിൽ ഗുരുതരമായതൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം. എഡിജിപിക്കെതിരായ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നാൽ മുൻവിധിയില്ലാതെ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. സർക്കാർ ശരിയുടെ പക്ഷത്താണ്, തെറ്റ് ചെയ്താൽ നടപടിയുണ്ടാകുമെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. എഡിജിപിയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വരുമ്പോൾ എന്ത് നിലപാട് എന്നുള്ളത് ഒരു മുൻവിധിയില്ലാതെ തീരുമാനിക്കും. ശരിയുടെ പക്ഷത്താണ് ഗവൺമെന്റ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. എഡിജിപി MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് തമാശയെന്ന് പി.വി. അൻവർ. അജിത് കുമാറിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് മാത്രമേ തുടരന്വേഷണം നടത്താവൂ എന്നും പി.വി. അൻവർ പറഞ്ഞു. കേരളത്തിലെ പബ്ലിക്കിനെ പച്ചയായി പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, വിഡ്ഢികളാക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ആ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2024 ഏറ്റവും വലിയ തമാശയാണ്. ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ, കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു നിലക്കും കൈവിടില്ല. ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് എഡിജിപി MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയതല്ലെന്ന് മന്ത്രി VN വാസവൻ. ഇന്നലത്തെ യോഗം ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാനുള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് എഡിജിപിയെ ക്ഷണിക്കാതിരുന്നത്. ക്രമസമാധാന വിഷയം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ എഡിജിപിയെ വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചേരേണ്ട യോഗങ്ങൾ ഓരോന്നോരോന്നായി ചേർന്ന് വന്നപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയേണ്ട സാഹചര്യം മുൻവർഷങ്ങളിലെ അനുഭവമെല്ലാം വെച്ച് തന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ളൊരു ചർച്ച സംഘടിപ്പിച്ചാണ് ഇന്നലെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ആ സമയത്ത് പി.വി. അൻവർ MLA സംഘടനാ പ്രഖ്യാപനം ഇന്ന്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിലാണ് സാമൂഹ്യ സംഘടന രൂപീകരിക്കുക. തമിഴ്നാട്ടിൽ നിന്നും DMK നേതാക്കൾ നിരീക്ഷകരായി എത്തും. വൈകുന്നേരം 5 മണിക്ക് മഞ്ചേരിയിലെ ജസീല ജംഗ്ഷനിലുള്ള മൈതാനത്താണ് പരിപാടി. DMK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സാമൂഹ്യ സംഘടനയാണ് രൂപീകരിക്കുന്നത്. ജനമാണ് ഇതിന്റെ ശക്തി, ജനമാണ് പ്രബലര്. ആ ആശയത്തിലേക്ക് കേരളത്തിലെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ് കേരളത്തിലെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സോഷ്യൽ സംവിധാനം. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അൻവറിനെ അയോഗ്യനാക്കാൻ സാധ്യതയുണ്ട്. ഇതിനാലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാത്തത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ള DMK നേതാക്കളുമായി അൻവർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികൾക്കും പരമാവധി സീറ്റ് നൽകി BJPയെ സ്റ്റാലിൻ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയെന്നും കേരളത്തിൽ പൂരം കലക്കി BJPക്ക് പിണറായി വിജയൻ സീറ്റ് നേടിക്കൊടുത്തുവെന്നും അൻവർ കുറ്റപ്പെടുത്തി. ചില്ലറ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ തൃശൂർ പൂരം തന്നെ കലക്കി, അതിനൊരു ADGPയെ വിട്ട് അതിനു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരയച്ചത് കലക്കി അവർക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാൻ CMന് സാധിച്ചു. തമിഴ്നാട്ടിലെ DMK പ്രവർത്തകരും പരിപാടിക്കെത്തും. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ 3 നേതാക്കൾ നിരീക്ഷകരായി എത്തുമെങ്കിലും വേദിയിൽ കയറില്ല. മീഡിയ 1 മലപ്പുറം. പി.വി. അൻവറിന്റെ നിലപാട് ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. മതനിരപേക്ഷ നിലപാടാണ് മുന്നണിക്കുള്ളതെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. മുസ്ലിം ലീഗ് അൻവറിനെ സ്വാഗതം ചെയ്തിട്ടില്ലെന്നും അൻവറിന്റെ നിലപാടറിഞ്ഞാൽ UDF തീരുമാനമെടുക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം പറഞ്ഞു. LDFന് ഇതൊന്നൊരു വെല്ലുവിളിയല്ല. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കൂട്ടായ്മ ആരെങ്കിലും ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടൊന്നും അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. മുസ്ലിം ലീഗിനെ അതൊന്നും ബാധിക്കുന്നില്ല. മുസ്ലിം ലീഗിന് പല പാർട്ടികളും വന്നിട്ടില്ല കേരളത്തിൽ. മുസ്ലിം ലീഗ് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ എത്രത്തോളം UDFുമായി സഹകരിക്കാൻ പറ്റുന്നതാണെന്ന് പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടി നിലപാടുകൾ അറിഞ്ഞ ശേഷം UDFിന് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. KT ജലീലിന്റെ വിവാദ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. ജലീലിന്റെ നിലപാട് പാർട്ടി നിലപാടാണോ എന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്ന് PMS സലാം പറഞ്ഞു. ജലീൽ RSSന് വടികൊടുക്കുകയാണെന്ന് SYS നേതാവ് മുഹമ്മദ് അലി കിനാലൂർ പ്രതികരിച്ചു. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തുന്നതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായക്കാരാണെന്ന് KT ജലീലിന്റെ പരാമർശമാണ് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. KT ജലീൽ RSSന് വടികൊടുക്കുകയാണെന്നും കുറ്റകൃത്യങ്ങളെ ഒരു സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ദുരുദ്ദേശപരമാണെന്നും
കാന്തപുരം SYS നേതാവ് മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞു. എല്ലാ കുറ്റവും സമുദായത്തിന്റെ മേലേക്ക് ചാർത്തുകയും സമുദായ നേതാക്കളാണ് ഇതിന് മറുപടി പറയേണ്ടത്, പിന്തിരിപ്പിക്കേണ്ടത് എന്ന അർത്ഥത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് ആത്യന്തികമായി ഗുണം ചെയ്യുക സംഘപരിവാറിനും അവരുമായി ബന്ധപ്പെട്ട BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമായിരിക്കും. ജലീലിന്റെ പ്രസ്താവന അപകടകരമാണെന്നും ഇത് പാർട്ടി നിലപാടാണോ എന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും PMA സലാം പറഞ്ഞു. ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രസ്താവനയാണ്. അതിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താ? മുസ്ലിം സമൂഹമാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്നല്ലേ? എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ അറിവ് കിട്ടിയത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? അതേസമയം KT ജലീൽ പിന്നീട് ഫേസ്ബുക്കിൽ എഴുതിയ വിശദീകരണക്കുറിപ്പിലും തന്റെ നിലപാട് ആവർത്തിച്ചു. മീഡിയ 1 മലപ്പുറം. എറണാകുളം എടയാർ വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറി. ഫോർമൽ ട്രേഡ് ലിങ്ക് എന്ന മാംസ സംസ്കരണ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്ക്. സംഭവത്തെക്കുറിച്ച് ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജറിൽ നിന്ന് റിപ്പോർട്ട് തേടിയതായി മന്ത്രി P. രാജീവ് പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകിയ കമ്പനിയാണിത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അർദ്ധരാത്രിയോടെയുണ്ടായ പൊട്ടിത്തെറിയിൽ ഒഡീഷ സ്വദേശി അജയ് വിക്രമനാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. മറ്റ് 3 തൊഴിലാളികൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മൃഗക്കൊഴുപ്പ് സംസ്കരണശാലയായ ഫോർമൽ ട്രേഡ് ലിങ്ക് എന്ന സ്ഥാപനത്തിന് കഴിഞ്ഞ മാസം മലിനീകരണ നിയന്ത്രണ ബോർഡ് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകിയിരുന്നു. പ്രോസസിംഗ് യൂണിറ്റിൽ സാങ്കേതിക വിദഗ്ധരില്ലാത്തതും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കാത്തതും സൂചിപ്പിച്ചായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ കമ്പനി പാലിച്ചിട്ടില്ലെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടറും പ്രതികരിച്ചു. നോട്ടീസ് ലഭിച്ചിട്ടും നിയമവിരുദ്ധമായി സ്ഥാപനം പ്രവർത്തിച്ചതിനെതിരെ നാട്ടുകാരും രംഗത്തെത്തി. തൊട്ടപ്പുറത്ത് ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പില്ലാണ്ടാണ് ഈ ബോയിലർ വെച്ചേക്കുന്നത്. തൊട്ടപ്പുറത്ത് വേറൊരു കമ്പനിയാണ്. ഈ ബോയിലറിന്റെ ഗ്യാപ്പ് എത്ര ഡിസ്റ്റൻസ് വേണം? പിന്നെ ഒരു ഫയറിന്റെ ഒരു സേഫ്റ്റി ഇല്ല. ഫയർ ഈ ബോയിലറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം വന്ന് ഈ സംഗതിയും ഇതേണ്ട് അതുപോലും ചെയ്യാണ്ടാണ്, ആ മാനദണ്ഡം പോലും പാലിക്കാണ്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തേടിയെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. സംഭവത്തിൽ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി. തൃശൂരിൽ ATM തകർത്ത് 67 ലക്ഷം കവർന്ന കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. പ്രതികൾ ഉപേക്ഷിച്ച 2 ATM ട്രേകൾ താണിക്കുടം പുഴയിൽ നിന്ന് കണ്ടെത്തി. കവർച്ച ചെയ്ത് ലഭിക്കുന്ന പണം റമ്മി കളിക്കാനാണ് ഉപയോഗിക്കാറെന്നാണ് പ്രതികളുടെ മൊഴി. പ്രതികൾ രണ്ടാമത് മോഷണം നടത്തിയ നായ്ക്കനാൽ ATMലും മോഷണശേഷം ആയുധങ്ങളും മറ്റും ഉപേക്ഷിച്ച താണിക്കുടത്തും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. താണിക്കുടത്ത് നിന്ന് 2 ATM ട്രേകൾ കണ്ടെത്തി. ഇത് SBI ATMിലേതാണെന്ന് ATM കോർഡിനേറ്റർ രാഹുൽ സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിലെ 3 ATMകളിൽ നിന്നായി 67,02,700 രൂപയാണ് പ്രതികൾ കവർന്നത്. കുറ്റം പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. പട്ടിക്കാടിനും മണ്ണൂത്തിക്കുമിടയിലെ മുടിക്കോട് വെച്ചാണ് കണ്ടെയ്നർ ലോറിയിലേക്ക് കാർ കയറ്റുന്നതെന്നും പ്രതികൾ മൊഴി നൽകി. കേസിൽ കസ്റ്റഡിയിലുള്ള മുബാരിക് ഒഴികെ മറ്റെല്ലാ പ്രതികളും മുൻപും കവർച്ചാ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്. ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന പണം പലപ്പോഴും റമ്മി കളിക്കാനായി ഉപയോഗിച്ചുവെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കവർച്ചയ്ക്ക് ശേഷം രക്ഷപ്പെട്ട പ്രതികൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് പിടിയിലാകുന്നത്. ആകെയുള്ള 7 പ്രതികളിൽ നിന്നും 5 പേരെയാണ് നിലവിൽ തൃശൂരിൽ എത്തിച്ചിട്ടുള്ളത്. ഒരാൾ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും മറ്റൊരാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലും കഴിയുകയാണ്. മീഡിയ 1 തൃശൂർ. എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. വീട്ടുജോലിക്കാരിയായ ശാന്ത, ബന്ധുപ്രകാശൻ എന്നിവരെയാണ് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2 പേരെയും MTയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഇരുവരും പലയിടങ്ങളിലായി വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു. MTയുടെ വീട്ടിൽ നിന്ന് 26 പവൻ സ്വർണ്ണമാണ് മോഷണം പോയത്. 48ാമത് വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്. കാട്ടൂർക്കടവ് എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയുടെ സമ്മാന തുകയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. വയലാർ മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് G. ബാലചന്ദ്രനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. മലയാളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നോവലുകളുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്താവുന്ന കൃതിയാണ് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർക്കടവ്. സൂര്യകാന്തികളുടെ നഗരം ഉൾപ്പെടെ സാഹിത്യമേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള അശോകൻ ചെരുവിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിനും അർഹനായിട്ടുണ്ട്. പുരസ്കാരം വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് സമർപ്പിക്കുമെന്ന് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് അംഗങ്ങൾ അറിയിച്ചു. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
ബലിപെരുന്നാൾ വിരുദ്ധ പരാമർശം നടത്തിയയാളെ തിരിച്ചെടുത്ത CPM. MP ഷൈജലിനെ പുതുപ്പാടി ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. തൃപ്പൂണിത്തുറയിൽ CPM പ്രവർത്തകർ ചേരി തിരിഞ്ഞേറ്റുമുട്ടിയതിൽ 6 പേർ കസ്റ്റഡിയിൽ. തർക്കം സാമ്പത്തിക ക്രമക്കേടിനെ ചൊല്ലി. കൊച്ചിയിൽ ബസ്സിൽ അതിക്രമം നടത്തിയ ഗുണ്ടാ സംഘത്തിലെ 3 പേർ പിടിയിൽ. പോലീസ് പിടികൂടിയത് ജിതേഷ്, അരുൺ, സനീഷ് എന്നിവരെ. തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പൂജാരി അറസ്റ്റിൽ. അരുൺ മോഷ്ടിച്ചത് മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വൈകിട്ട് 3:30 മത്സരം. ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ട ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. ന്യൂസിലൻഡിന് മുന്നിൽ കീഴടങ്ങിയ ബാറ്റിംഗ് നിരയാണ് ഇന്ത്യക്ക് തലവേദന. സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൌറും ഷഫാലി വർമ്മയും അവസരത്തിനൊത്ത് ഉയർന്നിരുന്നില്ല. ഇന്ന് പാകിസ്ഥാനെ നേരിടുമ്പോൾ ബാറ്റിംഗ് നിരയുടെ ശക്തിയാകും ഇന്ത്യക്ക് നിർണായകമാവുക. ഓൾറൗണ്ട് മികവ് പുറത്തെടുക്കുന്ന മലയാളി താരം സജ്ന സജീവൻ ഇന്ന് ടീമിൽ ഇടം നേടിയേക്കുമെന്നാണ് സൂചന. രേണുക സിംഗും പൂജ വസ്ത്രാങ്കാറും നയിക്കുന്ന പേസ് ബൌളിംഗ് നിരയും ദീപ്തി ശർമ്മയും ആശാ ശോഭനയും ശ്രേയങ്ക പാട്ടീലും അടങ്ങുന്ന സ്പിൻ ബൌളർമാരും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നാൽ ഇന്ത്യക്ക് അനായാസമായി ജയിക്കാനാകും. ഇന്ത്യയും പാകിസ്ഥാനും ഇതുവരെ 15 മത്സരങ്ങളിലാണ് നേർക്കുനേർ വന്നത്. 12ലും ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. ന്യൂസിലൻഡിനെതിരായ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ ലോകകപ്പിലെ കന്നി വിജയത്തിനാണ് ടീം ഇന്ത്യ കാത്തിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ T20 മത്സരത്തിന് ഇന്ന് ഗ്വാളിയോറിൽ തുടക്കമാകും. മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി ഇറങ്ങുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി. ഹിന്ദു മഹാസഭ പ്രഖ്യാപിച്ച ബന്ദിനെ തുടർന്ന് ഗ്വാളിയോറിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. ടെസ്റ്റ് പരമ്പര പോലെ T20 പരമ്പരയും തൂത്തുവാരാൻ ലക്ഷ്യമിട്ടാണ് സൂര്യകുമാറും സംഘവും മാധവ് റാവു സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നത്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് എതിരാളികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനായാൽ വരും മത്സരങ്ങളിൽ ടീമിന് ആത്മവിശ്വാസം വർദ്ധിക്കും. സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ടീമിന് മികച്ച തുടക്കം നൽകുമെന്നാണ് പ്രതീക്ഷ. റിങ്കു സിംഗ്, റിയാൻ പരാഗ് അടക്കം ബാറ്റിംഗിൽ വെടിക്കെട്ട് തീർക്കാൻ ഇന്ത്യയുടെ യുവനിരയുമുണ്ട്. അർഷദീപ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പേസ് ആക്രമണവും രവി ബിഷ്ണോയും വരുൺ ചക്രവർത്തിയും ചേർന്നുള്ള സ്പിൻ ബൌളിംഗും ബംഗ്ലാദേശ് ബാറ്റർമാർക്ക് വെല്ലുവിളിയാകും. മറുവശത്ത് ടെസ്റ്റിലെ തോൽവിക്ക് പകരം ചോദിക്കാനാണ് ബംഗ്ലാ കടുവകൾ കളത്തിലിറങ്ങുന്നത്. T20 പരമ്പരയ്ക്കായി ഇറങ്ങുന്നത് ഒരു പുതിയ ടീമായിരിക്കുമെന്ന് നായകൻ നജ്മുൽ ഹൊസൈൻ ഷാന്റോ വ്യക്തമാക്കി. ടെസ്റ്റ് മത്സരങ്ങളെക്കാളും തങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം T20 ആണെന്ന സൂചനയാണ് നായകൻ നൽകുന്നത്. ബാറ്റിംഗിലും ബൌളിംഗിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ മത്സരത്തിനെതിരെ ഹിന്ദു മഹാസഭ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഗ്വാളിയോറിൽ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മേഖലയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വിലക്കുണ്ട്. മതവികാരം വ്രണപ്പെടുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു മഹാസഭ ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. സൂപ്പർ ലീഗ് കേരളയിലെ നിർണായക മത്സരത്തിന് തിരുവനന്തപുരം കൊമ്പൻസ് ഇന്നിറങ്ങും. കാലിക്കറ്റ് FC ആണ് കൊമ്പൻസിന്റെ എതിരാളികൾ. രാത്രി 7:30 ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ടൂർണമെന്റിലെ ആദ്യ റൗണ്ടിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ഗോൾ അടിച്ച് മത്സരം സമനിലയിൽ പിരിഞ്ഞിരുന്നു. സ്വന്തം കാണികൾക്ക് മുൻപിൽ ജയിക്കാൻ ഉറച്ചാണ് കൊമ്പൻസ് ഇറങ്ങുന്നത്. കാലിക്കറ്റിന് 7ഉം കൊമ്പൻസിന് 6 പോയിന്റുമാണുള്ളത്. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5885 രൂപ, പവന് 47,080 രൂപ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,080 രൂപ, പവന് 56,640 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. ഇതോടെ ഫസ്റ്റ് റൗണ്ട് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ PC സൈഫുദ്ദീൻ.